അത് ശരി. എങ്ങനെ? നിഖിൽ അവിടെ കത്തിയുമായി നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പിന്നിൽ നിന്ന് വന്ന് അവന്റെ തലയ്ക്ക് തോക്കിങ്ങനെ ചൂണ്ടി നിന്നു. അതുകൊണ്ട് അവൻ കത്തി താഴെ ഇട്ടതും നിങ്ങളൊക്കെ രക്ഷപ്പെട്ടതും. അതെന്താണെന്ന് പ്രീത അറക്കൽ? എനിക്ക് തോന്നുന്നു നിന്റെ മുഴുവൻ ഫോക്കസ് എന്റെ മേലായിരുന്നു. ശരിയാ ഞാൻ പറഞ്ഞേ. അതായത് ഈ മുഴുവൻ ഡ്രാമയുടെയും തിളങ്ങുന്ന നക്ഷത്രമായിരുന്നില്ലേ കിരൺ നമ്പ്യാർ? യെസ്. പക്ഷെ പ്രീത, അവിടെ എന്റെ ഫോക്കസ് ഉണ്ടല്ലോ, അത് എല്ലാവരുടെ മേലായിരുന്നു. ഞാൻ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചു. സർളാന്റിയുടെ, മോമിന്റെ, ഡാഡിന്റെ, രോഹിത് ഏട്ടന്റെ, പിന്നെ സമീർ, സൃഷ്ടിയുടെ. വളരെ ശരിയാ പറഞ്ഞ. എല്ലാവരുടെയും ജീവൻ നീ തന്നെ രക്ഷിച്ച്. പിന്നെ ഞങ്ങൾ എന്താ പുറകെ നിന്ന് കൊലകൊല മുന്തിരിങ്ങ കളിക്കുമായിരുന്നോ? വാട്ട്? എടി, ഞാൻ അവിടെ എന്റെ ശക്തിയും ബുദ്ധി ഉപയോഗിച്ച് ആ ഗുണ്ടലോട്ട് മൽപ്പിടുത്തം നടത്തുമ്പോ നിങ്ങളുടെ കുട്ടികളെ പോലെ കളിക്കായിരുന്നില്ലേ? സീരിയസ്ലി? നീ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചതിലും വലിയൊരു പൊട്ടനാ. നിനക്കെന്താ വട്ടായോ? നീ കണ്ടതല്ലേ എല്ലാവരും എത്ര കഷ്ടപ്പെട്ട ആ ഗുണ്ടകളെ എതിർത്ത് നിന്ന്. ഞാനാണെങ്കിൽ ആ ഗുണ്ടകളുടെ കൈ തല്ലി ഓടിച്ചു. സൃഷ്ടിയാണെങ്കിലും കൈ കൊണ്ട് അവന്റെ ഗണ്ണം വീഴ്ത്തി. എടി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചിരിക്കാണോ? ആർ യു മാഡ്? ഇടയ്ക്ക് പറയുന്നു ഗെയിം കളിക്കായിരുന്നു, ഇടയ്ക്ക് പറയുന്നു ഗുണ്ടലോട്ട് അടിപിടി ഉണ്ടാക്കിയെന്ന്. എന്താടി സത്യത്തില്? ഇത് കേൾക്ക്, നീ അത് വിട്ടേക്ക്. എനിക്ക് നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണ്ട, ഒരു ആർഗ്യുമെന്റ് ചെയ്യണ്ട. എന്റെ തലയ്ക്ക് വട്ടായി പോവും. എനിക്ക് വെറും ഒരു പോയിന്റിൽ സ്ട്രെസ് ചെയ്യാനുള്ളൂ. അതായത് നിന്റെ ജീവൻ ഞാനാണ് രക്ഷിച്ചത്. കിരൺ നമ്പ്യാരുടെ ജീവൻ ഒരു പെണ്ണാണ് രക്ഷിച്ചത്. പിന്നെ ഈ കാര്യം നിന്റെ ജീവിതം മുഴുവൻ നീ ഓർത്തു വെച്ചോ. നീയല്ലേ പറഞ്ഞത് ഗുണ്ടകളെ തല്ലി തോൽപ്പിക്കാൻ മെൻ പവറാണ് വേണ്ടതെന്ന്? ഒരിക്കലും ഇല്ല. ഗുണ്ടകളെ തോൽപ്പിക്കാൻ ഗട്സിന്റെ ആവശ്യമാണ് ഉള്ളത്. അത് പ്രീത അറക്കല് എന്തായാലും ഉണ്ട്. അതായത് തലയ്ക്ക് വട്ടും മനസ്സിന് ഗട്സും അല്ലേ? നിനക്ക് വട്ട് എന്നടി പെണ്ണേ. സീരിയസ് കാര്യം ഇവിടെ സംസാരിക്കുന്നേ. ആന്റി, ഒരു കാര്യം പറയാം. ആന്റിക്കൊന്നും തോന്നരുത്. ആന്റി ഇവൾക്ക് എന്ത് കൊടുത്താ വളർത്തിയത്? മുളക് കൊടുത്താണോ? ഇല്ല മോനെ, ചോറ് തന്നെയാ കഴിച്ചിരുന്നത്. ഒരു മിനിറ്റ് രാധികാരി, നിങ്ങൾ പറയൂ, നിങ്ങൾ തന്നെയാണോ ഇവനെ ഇങ്ങനെ വളർത്തിയത്? നിങ്ങളുടെ മോനാണെന്ന് തോന്നുന്നേയില്ല. എന്തൊരു തോന്നിയോസിയാണ് ഇവൻ. വായി തോന്നുന്നൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. നിങ്ങൾ പ്ലീസ് ഇവനെ കുറിച്ച് തിരിച്ചറിവ് പഠിപ്പിച്ചു കൊടുക്കുക. കണ്ടോ എങ്ങനെ സംസാരിക്കുന്നതെന്ന് കണ്ടില്ല അമ്മേ? ആ മോളെ ശരിയാ, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവനെ കുറച്ച് പഠിപ്പിക്കാം. മോം, ഇതെന്താ ഇവള് തമാശയാണോ പറഞ്ഞത്? ഇത് തമാശയൊന്നും അല്ല. മോം എന്തൊക്കെയാ പറയുന്നേ? മോനെ, ഇവിടെ തമാശ തന്നെ നടക്കുന്നത്. ഞങ്ങളത് ആസ്വദിക്കുക. ഇതൊക്കെ വിട്ടേക്ക്. ഇത്രയും അടി വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല. വീട് നിങ്ങൾ രണ്ട് വളരെ മെച്ചൂറായിട്ടുള്ള ആൾക്കാരുടെ വഴക്ക് കഴിഞ്ഞെങ്കിലേ നമുക്ക് പോയി സമീറിനെ സൃഷ്ടിയൊന്ന് നോക്കായിരുന്നു. എവിടെയാ സൃഷ്ടി സമീറും? നമുക്ക് പോയി നോക്കാം. എടാ, നീ എന്റെ കൈ പിടിച്ചോണ്ട് എങ്ങോട്ടായി പോകുന്നേ? അങ്ങോട്ട്. എന്താ? ഒരുപാട് വൈകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നെന്ന്. നീ എന്നെ കെയർ ചെയ്യുന്നുണ്ട്, അതല്ലേ? അപ്പോ നിനക്കറിയായിരുന്നല്ലേ? നീ എന്നോട് നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് ഞാൻ തന്നെ പറയേണ്ടതിന്റെ ആവശ്യം എന്താ? അല്ല, നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? എനിക്കത് കാണാനും കഴിഞ്ഞു, കേൾക്കാനും കഴിഞ്ഞു, പിന്നെ മനസ്സിലാവുകയും ചെയ്തു. ഓ ഹലോ, നീ സൂക്ഷിച്ചോ. അതും വിചാരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എപ്പോഴും ഞാൻ നിന്നെ രക്ഷിക്കാനൊന്നും വരില്ല, അത് മനസ്സിലാക്കിക്കോ. നീയാണോ എന്നെ രക്ഷിച്ചേ? നീയോ? നീ എന്നെ രക്ഷിക്കാനൊക്കെ തന്നെയാ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഫുൾ ക്രെഡിറ്റും ഇങ്ങനെ സ്വന്തമായിട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ എനിക്കറിയാവുന്നിടത്തോളം നമ്മൾ രണ്ടുപേരും ഇവിടെ കുടുങ്ങിയിരിക്കായിരുന്നു. പിന്നെ എന്റെ ചേച്ചിയാ വന്ന് നമ്മളെ രക്ഷിച്ചത്. ഫുൾ ക്രെഡിറ്റ് അങ്ങ് സ്വന്തമായിട്ട് എടുക്കുക. അപ്പൊ പിന്നെ എന്റെ ചേച്ചി ചുമ്മാതാണ് ഇവിടെ നിന്ന്. നിനക്ക് സിമ്പിൾ കാര്യം മനസ്സിലാവില്ലേ സൃഷ്ടി? നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ ഞാൻ എന്താവുമായിരുന്നു? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു വന്നു? പ്ലീസ് സൃഷ്ടി, എനിക്കൊരു വാക്കുതാ. സൃഷ്ടി, നീനായിട്ട് പോയി ഒരിക്കലും ഒരു അപകടത്തിലും പെടില്ലെന്ന്. കാരണം ഞാൻ എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് എന്താ പറ്റിയെന്ന്. എന്താ ഫീൽ ചെയ്യുന്നത്, എന്തിനാ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. എനിക്കൊന്നു മാത്രം അറിയാം, ഞാൻ ഒരിക്കലും നിന്നെ ഒരു പ്രോബ്ലത്തിനും കാണാൻ ആഗ്രഹിക്കുന്നില്ല. Because you really mattered to me, Srishi. Really mattered to me.
ഐ തിങ്ക് നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. ഞാൻ നിന്നെ അല്ല എനിക്കും സൃഷ്ടി എന്തിനാണ് അടിക്കുന്നത്? എനിക്ക് വേദനിക്കുന്നു. എന്തിനാ അടിക്കുന്നത്? ഓ ഹലോ, നെക്സ്റ്റ് ടൈം എന്നെ പെണ്ണെന്നൊന്നും വിളിക്കരുത്. ഐ മീൻ പാവ പെണ്ണെന്നൊക്കെ വിളിച്ചാൽ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. കണ്ടില്ല ചേട്ടാ, ഈ കാലത്ത് നല്ലത് ചെയ്താലും കുറ്റമാണ്. എന്താടാ? ഞങ്ങൾ രണ്ടുപേരും ആ കുണ്ടകളെ പിടിച്ചു വെച്ചിരിക്കായിരുന്നു. അതിലെന്താ എന്റെ തെറ്റ്? എല്ലാ തെറ്റ് എവളുടേതായിരുന്നു. ഓ ഹലോ വഴക്കൂടല്ലേ? അല്ലെങ്കിൽ അടിപിടി കുറവായിട്ടാണോ? അവിടെ ഗുണ്ടകളുമേ അത് കഴിഞ്ഞപ്പോ നിങ്ങളും. അത് മാത്രമല്ല, പെൺകുട്ടികളുമേ വഴക്കുണ്ടാക്കരുത് മോനെ. അവരുമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കണം. മനസ്സിലായോ? പോകാം ഇവിടുന്ന്. വാ പോകാം. വാ മോളെ. സമീറെ നിക്കേ, എന്റെ ഒരു സംശയമേ, നീ ശരിക്കും ആടിക്കൊണ്ടായിരുന്നോ അതോ വെറുതെ പറയാണോ? സത്യമായിട്ട് അടികൊള്ളായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ രഘുദേട്ടാ, ആ പെണ്ണ് നമ്പർ 1 തല്ലുകൂടിയാണ്. എപ്പോ നോക്കിയാലും വഴക്കുണ്ടായിക്കൊണ്ടേ. അല്ല സമീർ, ഏട്ടൻ ചോദിച്ച തെറ്റാ. ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. ചോദിക്കേ. സത്യം പറയും മോനെ, നിന്റെ സൃഷ്ടിയുടെ സീനായിരുന്നില്ല ഇവിടെ നടന്നേ. നോക്ക, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയും നിന്നെ. ഇടിച്ച് ചമ്മന്തിയാക്കും ഞാൻ. ഞങ്ങൾ അറിയില്ലെന്ന് നീ വിചാരിച്ചു? അവിടെ എന്ത് സീനായിരുന്നടാ? എന്ത് സീനാ മോനെ? ആന്റി ഞങ്ങൾ വരുമായിരുന്നു. ചേട്ടന്മാർ വാ, എന്താ ഇവിടെ ചെയ്യുന്നത്? പക്ഷേ അത് സീൻ പൃഥ്വിയെ പറ്റി ആന്റി. ഞാനും പൃഥ്വിയെ തന്നെ അന്വേഷിക്കുന്നത്. മോനെ അറിയില്ല അവൻ എവിടെ പോയെന്ന്. ഫോൺ ചെയ്യാം ആന്റി. വീണ്ടും കോൾ. അയ്യോ എന്റെ അമ്മ, ഈ പെണ്ണിന് വേറെ ഒരു പണിയില്ലേ? എന്തിനാ എപ്പോഴും കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? സരള അറയ്ക്കൽ, ഇവരെന്തിനാ എന്നെ വിളിക്കുന്നത്? ചിലപ്പോ തിരിച്ചു വരാൻ വേണ്ടിയാണോ? ഓ നോ, നോക്കട്ടെ. പറയാൻഡി. മോനെ നീ എവിടെയാ? ഞാൻ ആന്റി, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? മറന്നോ? നോ പ്രോബ്ലം, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവിടുത്തെ അവസ്ഥ തന്നെ അങ്ങനെ ആയിരുന്നല്ലോ. എന്തൊക്കെയാ സംഭവിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, റൈറ്റ് ആന്റി? ഞാൻ തന്നെയാണല്ലോ പോലീസിന് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്. പിന്നെ പോലീസ് പറഞ്ഞു എന്നോട് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലാൻ. ഐ തിങ്ക് അവർ ആഗ്രഹിക്കുന്നത് ഞാൻ അവിടെ പോയി അവർക്കൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനോ ആണ്. എന്ത് തന്നെ ആണെങ്കിലും ഞാൻ അവിടെ ചെന്ന് മാനേജ് ചെയ്തോളാം. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ആന്റി. നിങ്ങൾ സൃഷ്ടിയും കുട്ടി വീട്ടിലേക്ക് വെക്കുള്ളൂ. പിന്നെ ആന്റി, ഒരു കാര്യം ദയവായി ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങൾ സൃഷ്ടിയെ കൊണ്ട് ഒരു പോലീസുകാരനുമായി സംസാരിപ്പിക്കരുത്. എന്താണെന്ന് ആന്റി, സൃഷ്ടി വളരെ സ്ട്രെസ്ഡ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ആന്റി, അവൾ എന്ത് വലിയ അപകടത്തിലാണ് പെട്ടത്. ഐ നോ, അവൾ പറയുന്നുണ്ടാകും അവൾ സ്ട്രോങ് ആണ്, ബുദ്ധിമതിയാണ്. പക്ഷെ ഇത്രയും വലിയ പ്രശ്നത്തിൽപ്പെട്ടാൽ ആരായാലും മനസ്സുകൊണ്ട് തളർന്നു പോയില്ലേ? അതുമാത്രമല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾ ഒരു തരത്തിലുള്ള സ്ട്രെസ്സും അനുഭവിക്കണമെന്ന്. പിന്നെ ആന്റി, നിങ്ങൾക്കറിയാലോ ഈ പോലീസുകാർ എങ്ങനെ സംസാരിക്കാന്ന്. അതാണ്. പിന്നെ ആന്റി, നിങ്ങൾ ഈ കേസിന്റെ പിന്നാലെ തല കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഞാനില്ലേ നിങ്ങളുടെ മകനായിട്ട്? അതെല്ലാം ഞാൻ നോക്കിക്കോളാം. സോ പ്ലീസ്, ഞാൻ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു മോനെ. മോൻ ഒരുപാട് സഹായിച്ചു. അറിയില്ല മോനില്ലായിരുന്നെങ്കിൽ. എന്റെ ആന്റി എന്തായി പറയുന്നത്? ഇതെന്റെ കടമയല്ലേ? ഞാൻ നിങ്ങളുടെ മകനല്ലേ, അന്യനൊന്നും അല്ലല്ലോ. നിങ്ങൾ എല്ലാവരും എന്റെ കുടുംബം പോലെ തന്നെയാണ്. പിന്നെ മകനായതിന്റെ പേരിൽ ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂ? പിന്നെ സൃഷ്ടി വന്നിട്ട് എന്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ ഉണ്ടായെന്ന ആ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് നാളെ വന്ന് പറഞ്ഞുതരാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ? നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്തും ടെൻഷൻ അടിക്കണ്ട. ഞാനില്ലേ, ഞാൻ എല്ലാം ശരിയായിക്കോളാം. ഓക്കെ ആന്റി? പിന്നെ നമ്പ്യാർ കുടുംബത്തോട് എന്റെ ഭാഗത്തുനിന്ന് താങ്ക് യു പറഞ്ഞേക്ക്. അവരെന്റെ സിസ്റ്റർ ഇൻ ലോ സൃഷ്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അവരോട് പറഞ്ഞേക്ക് ഞാൻ, അതായത് പൃഥ്വി അവരുടെ ഈ സഹായം ഒരിക്കലും മറക്കില്ലെന്ന്. ഓക്കെ ആന്റി? തീർച്ചയായും ഞാൻ പറയാം. ശരി മോനെ, ഞാൻ വെക്കുകയാണേ. ശരി ആന്റി. ഓക്കെ.
എന്താ പറഞ്ഞ ആന്റി? അവൻ പറയായിരുന്നു രോഹിത്തിനോടും കിരണിനോടും നിങ്ങൾ രണ്ടാളോടും താങ്ക് യു പറയാൻ. കാരണം നിങ്ങൾ കാരണമാണ് അവന്റെ സിസ്റ്ററിനോ രക്ഷപ്പെട്ടെന്ന്. അതുകൊണ്ട് അവന്റെ താങ്ക്സിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. എന്താ ഈ പൃഥ്വി പറയുന്നേ? റൈറ്റ്, സൃഷ്ടി ഞങ്ങളുടെ ആരുമല്ലേ? ആ ആന്റി ഞങ്ങളുടെ ആരുമല്ലേ? നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയല്ലേ ആന്റി കഴിയുന്നേ? പിന്നെ ഞങ്ങൾ എന്താണോ ചെയ്തേ അത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രം. ആന്റി, പൃഥ്വി പറയുന്നത് ശരിയാണോ? എനിക്കറിയാം ഇത് ശരിയല്ലെന്ന്. അയ്യോ, തമാശ പറഞ്ഞ എന്റെ പൊന്ന ആന്റി. എനിക്കറിയാം അങ്ങനെ ഒന്നും ഇല്ലാന്ന്. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. താങ്ക് യു മോനെ. ബേബി, നീ ഇവിടെ എന്താ ചെയ്യുന്നത് ഈ സമയത്ത്? ബേബി, നീ ഓക്കേ അല്ലേ? അല്ല ബേബി, ഞാനിന്ന് വലിയൊരു അപകടത്തിലാണ് ചെന്നപ്പെട്ടത്. താങ്ക് ഗോഡ് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഞാൻ അവിടെ നിന്ന്. അല്ലെങ്കിൽ എന്റെ കഥ എന്ന് തീർന്നേനെ. എന്താ അപകടം? എന്താ പറ്റിയത്? ബേബി, ഞാൻ ആ വാടക കൊണ്ടേക്ക് പൈസ കൊടുക്കാനല്ലേ പോയത്. നിനക്കറിയോ ഞാനിവിടെ ആരെയാ കണ്ടതെന്ന്? പ്രീത അറയ്ക്കൽ. പിന്നെ പ്രീത മാത്രമല്ല, പ്രീത പറഞ്ഞു കിരൺ, രോഹിത് അവർ രണ്ടുപേരും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കാൻ നോക്കുമായിരുന്നു. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ആ സരള അറയ്ക്കൽ, മഹേഷ്, രാധിക എല്ലാം കൂടെ അങ്ങോട്ടേക്ക് കെട്ടിയെടുത്തു. എല്ലാം കൂടെ വലിച്ചഴിച്ച് തൂക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് നിന്നെ അവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഐ മീൻ ടു സേ നിഖിൽ, അവന്റെ ഏതെങ്കിലും ഗുണ്ടകൾ വേറെ ആരെങ്കിലും എല്ലാവരും മുമ്പ് വെച്ച് നിന്നോട് പണം വല്ലതും ചോദിച്ചോ? അയ്യോ, എക്സാക്ട്ലി എന്താ ഉണ്ടായെന്ന് പറയേ. വിടില്ലടാ നിന്നെ ഞാൻ. ഓടിക്കോ, വിടില്ല നിന്നെ ഞാൻ തന്നെയാണ് പോലീസിനെ എങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. ആൻഡ് താങ്ക് ഗോഡ് അവർ കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തി. പക്ഷെ ഞാൻ അടിക്കുന്നത് ആ പോലീസുകാരൻ കണ്ടു. ഇവൻ ആ ഗ്യാങ്ങിലുള്ള ഗുണ്ടയാണ്. നിങ്ങൾ അന്വേഷിച്ചൊന്നില്ല, ആ ഗുണ്ടയാണിത്. ആ സാർ, ആക്ച്വലി ഞാൻ ഇവനെ അടിച്ചത് ഇവൻ ഇവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ബേബി, ഇന്ന് എന്റെ കളിയെല്ലാം അവസാനിക്കേണ്ടതായിരുന്നു. എല്ലാം തീർന്നേനെ. അതിനു മുമ്പ് ആ വാടക ഗുണ്ട നിഖിൽ അവന്റെ ഏതെങ്കിലും ശിങ്കിടികളോ എന്റെ പേര് പറയുന്നതിന് മുമ്പ് അറിയോ ഞാൻ എന്താ ചെയ്തതെന്ന്? ഞാൻ ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്തു. ഞാൻ പോലീസിനെ ഫോൺ ചെയ്ത് അവരെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം അവിടെ എന്നെ ആരെങ്കിലും തിരിച്ചറിയുക, ആരെങ്കിലും എന്നെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. താങ്ക് ഗോഡ് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടായി. അതെ, ഒരു പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്ത കേസ് എന്തായാലും പൊങ്ങി വരില്ലേ? നിഖിലൊന്നും പറയില്ലായിരിക്കും. പക്ഷെ അവന്റെ ഗുണ്ടകൾ അവര് മിണ്ടാതിരിക്കാൻ തോന്നുന്നുണ്ടോ? യു ഡോണ്ട് വറി ബേബി. അതിനുള്ള പരിഹാരം ഞാൻ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിനക്കറിയോ? ഞാൻ ഒരു പോലീസുകാരനെ കണ്ടുപിടിക്കും. അവന്റെ അത്യാഗ്രഹം അവന്റെ നീതിയേക്കാൾ വലുതായിരിക്കും. അവന്റെ മുഖത്തേക്ക് ഞാൻ അത്രയ്ക്കധികം പണം വാരിയെറി. എന്നിട്ട് ഞാൻ പറയും ഈ കേസ് അങ്ങ് മൊത്തത്തിൽ ഇല്ലാതാക്കിയേക്കാം. പക്ഷെ അബദ്ധത്തിലെങ്കിലും ഈ പ്ലാൻ വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ സത്യവും എല്ലാവരും അറിയും. പിന്നെ പ്രീതയായിട്ടുള്ള എന്റെ വിവാഹം മുടങ്ങും. ബട്ട് യു ഡോണ്ട് വറി, പൃഥ്വി അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ഒരുപാട് സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നുന്നുണ്ട് കാരണം കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചുണ്ട്. എന്തൊക്കെ പ്രശ്നം വന്നാൽ ഇപ്പോഴെല്ലാവരും പുഞ്ചിരിക്കുന്നു. കൂടെ മോളെ ഇതാ മുത്തശ്ശി കൊടുക്കുക. സരള, നിനക്കറിയോ, ഇതുപോലെ നമ്മുടെ സ്വന്തക്കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന അതിനുശേഷം എല്ലാവരും ഒരുമിക്കുമ്പോ ആ സുഖം ഒന്ന് വേറെ തന്നെയാ. ശരി അമ്മേ, വളരെ സന്തോഷം തോന്നുന്നു. അമ്മയുടെ കുറവ് കൂടി ഉണ്ടായിരുന്നു. നന്നായി അമ്മയും കൂടി ജോയിൻ ചെയ്തത്. ഞാൻ ജാനകിയോടാ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. സത്യമായിട്ടും ഇന്ന് ജാനകി ഇല്ലായിരുന്നെങ്കിൽ അറിയില്ല എന്താ സംഭവിക്കാന്ന്. ഇവളെ അടയാളം പറഞ്ഞു തന്നത്, വഴി പറഞ്ഞു തന്നത്, അങ്ങനെയാ മനസ്സിലാക്കിയത്. സൃഷ്ടിക്ക് എന്തൊക്കെ സംഭവിച്ചോ അതിന്റെയൊക്കെ പിന്നിൽ നിഖിലാണെന്ന്. താങ്ക് യു ജാനകി. എന്റെ അമ്മേ, ജാനകി ആന്റി എന്റെ ഹീറോയാണ്. ഹീറോ, എന്റെ ഹീറോ. അമ്മ സത്യം പറഞ്ഞ ഇന്ന് എനിക്ക് പൃഥ്വിയോട് ഒരുപാട് നന്ദിയുണ്ട്. എന്തൊരു ഉത്തരവാദിത്വ. ഇന്നവൻ ചെയ്തത് കണ്ട് ഒരുപാട് സന്തോഷായി. നമ്മൾ ഉടനെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു. ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. കേട്ട ഉടനെ അങ്ങനെ തന്നെ സൃഷ്ടിയെ രക്ഷിക്കാൻ വേണ്ടി നിഖിലിന്റെ അടുത്തേക്ക് ചാടി പുറപ്പെട്ടു. പക്ഷെ പൃഥ്വി അവൻ പോലീസിനെ ഫോൺ ചെയ്തു. ഒരുപക്ഷെ പോലീസിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ, അവിടെ സമയത്തിന് പോലീസ് എത്തിയില്ലായിരുന്നെങ്കിൽ അറിയില്ല എന്താ സംഭവിക്കാന്ന്. ഒരുപക്ഷെ നമ്മൾ പിടിച്ചു വാങ്ങിയ തോക്ക് വീണ്ടും ആ ഗുണ്ടകൾ തന്നെ കൈക്കലാക്കി വെടിവെച്ച് അപകടം സംഭവിച്ചിരുന്നെങ്കിലോ. പക്ഷെ അവൻ അത്രയ്ക്ക് ഉത്തരവാദിത്തത്തോടെ എല്ലാം ചെയ്തു.
അതുകൊണ്ട് എല്ലാം ശരിയായി. വളരെ നല്ല കാര്യം അവൻ ചെയ്തത്. ഞാൻ വളരെ സന്തോഷത്തില. ഫോൺ ചെയ്യാനല്ലാതെ വേറെ എന്ത് കാര്യ ചെയ്യാൻ കഴിയാ? അത് തന്നെയാ കുഴപ്പം. ഓർഡർ ഇടാനല്ലാതെ വേറെ എന്താ അറിയാ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഹാളിൽ അന്ന് തീപിടുത്തം ഉണ്ടായപ്പോ അയാൾ എന്താ ചെയ്തത്? വേറെ ഒരു ഫോൺ വിളിച്ചു ഫയർഫോഴ്സിനെ. അല്ലാതെ ശരിക്കും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തോ നമ്മളെ? അത് മാത്രമല്ല അമ്മേ, ഇന്ന് എനിക്കും വളരെ വിചിത്രമായി തോന്നി. അതായത് ഞാൻ പൃഥ്വിയേട്ടനെ ഫോൺ ചെയ്തു, കരഞ്ഞു ഞാൻ ഒരുപാടപ്പോ. അദ്ദേഹത്തോട് ഒരുപാട് റിക്വസ്റ്റും ചെയ്തു, നിങ്ങൾ എവിടെയാണെങ്കിലും വേഗം വരാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയോ, എനിക്ക് പൃഥ്വിയേട്ടന്റെ ശബ്ദം ക്ലിയർ ആയി കേൾക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ശബ്ദം കേൾക്കുന്നില്ല. അറിയില്ല, അപ്പൊ എനിക്ക് തോന്നിയത് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നാ. ആദ്യമായിട്ടാ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്.